സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം ബിനുരാജ് കലാപുരം. MK സാനു മാഷ്, അതുപോലെ MB ദേവൻ മാഷ്, ഇങ്ങനെയുള്ള സീനിയർ, നമ്മുടെ ഇലിസ്ട്രേഷൻ്റെ കുലപതി എന്ന് തന്നെ പറയാവുന്ന നമ്പൂതിരി, ഇവരിലേക്ക് തൊട്ടു പോയ ആൾ ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്, ഇവരെ പകർത്തി വയ്ക്കുന്ന ദൃശ്യത്തിലേക്ക് മാറുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ മനസ്സിൽ ഈ പ്രോസസ്സ് എങ്ങനെയാണ്? വരയ്ക്കുക മാത്രമല്ല, ഇവരെ ഒന്ന് അല്ല, അത് കലാപീഠത്തിൽ എല്ലാ ഈവനിങ്ങുകളിലും ഒരുപാട് പ്രതിഭകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ MD വരാറുണ്ട്. അത് ഒരുപാട് ആളുകൾ, കേരളത്തിലും പുറത്തുമുള്ള ആളുകളുടെ സായാഹ്നങ്ങളിലൂടെ ഒരുപാട് ആളുകൾ അത് കേൾക്കാനും വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ ചർച്ചകൾ, സംവാദങ്ങൾ എല്ലാം നടക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാനും കേൾക്കാനും, അതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവിടെ ഒരു ലിറ്റിൽ തിയേറ്റർ എന്ന് പറയും, ഇംഗ്ലീഷ് തിയേറ്റർ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് P. എലീഷാണ് അത് ഡയറക്ടർ, സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് പ്രൊഫസറായിരുന്നു. അദ്ദേഹം തിയേറ്ററിൽ മാസ്റ്റർ ഡിഗ്രിയൊക്കെ എടുത്തത്. അപ്പോൾ അദ്ദേഹമാണ് ആ നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാടക ഗ്രൂപ്പിൻ്റെ, ഈ നാടകത്തിൻ്റെ സ്റ്റേജ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഓരോ വർഷം ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോരോ ചുമതലകൾ നമ്മളെ ഗുരുക്കന്മാരെ ഏൽപ്പിക്കാം. അവർ പറഞ്ഞ് ഇയാളെ കൊണ്ടിട്ട് സ്റ്റേജ് ഡിസൈൻ ചെയ്യുക നോക്കുമെന്ന് പറയാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, സ്റ്റേജ് ഡിസൈനിങ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നു, ചെയ്തു. അപ്പം നാടകം ഫൈൻ ആർട്സ് സ്കൂളിൽ കളിക്കുന്നു, തൃശ്ശൂർ കളിക്കുന്നു ആ കാലത്ത്. അപ്പോൾ നാടകത്തിൻ്റെ സ്റ്റേജ് ചെയ്തത് ആരാന്ന് തൃശ്ശൂർ വെച്ച് സ്കൂൾ ഡ്രാമയിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന ആളാണ്, അപ്പോൾ സ്റ്റേജിൽ വിളിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് വിഷ്വൽസിനോട് അല്ലെങ്കിൽ കുറച്ചുകൂടി അടുപ്പം കൂടി വന്നു. ഇതിനിടയ്ക്ക് പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ രാജീവ് കുമാറിൻ്റെ, TK രാജീവ് കുമാറിൻ്റെ സിനിമയുടെ ഈ കാസ്റ്റിംഗ് കലാപീഠത്തിൽ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവും പരിപാടിയൊക്കെ നടക്കുന്നു. എല്ലാം കഴിഞ്ഞ് പോകുന്ന രാത്രി കലാധരൻ മാഷ് ഇങ്ങനെ പറഞ്ഞ് ഇയാൾക്ക് ഇതിൽ താല്പര്യമുള്ള ഒരാളാണ്, രാജീവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്. അങ്ങനെ ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ ഒരു 18-20 ദിവസത്തോളം ഞാൻ കൂടെ നടന്നു. അങ്ങനെയാണ് ഞാൻ വീണ്ടും സിറിലുമായിട്ട് അടുപ്പം വരുന്നതും ആർട്ട് ഡയറക്ഷനെ കുറിച്ച് അറിയുന്നതും ഒക്കെ. അങ്ങനെ കുറേ ആർട്ട് ഡയറക്ഷനൊക്കെ കുറേയൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ മേഖല അതല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പോയിട്ട് കുറച്ച് ഡോക്യുമെൻ്ററികൾ ചെയ്യൂ, നിങ്ങൾക്ക് അത് സാധിക്കും, പെയിൻറ്റിങ്ങും ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന് ആദ്യമായിട്ട് ഇവിടെ വരികയും തിരിച്ചു വന്നിട്ട് എന്നെ കലാപീഠത്തിൽ അല്ലെങ്കിൽ എന്നെ കലയിലേക്ക് കൊണ്ടുപോയ ഗുരുനാഥൻ്റെ ഡോക്യുമെൻ്ററി സാനുമാഷയെക്കുറിച്ചുള്ള ചെയ്തുകൊണ്ട് തുടങ്ങുന്നത്. അത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 20 വർഷം. അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് കിട്ടി അത്. അപ്പോൾ അന്നത് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതെൻ്റെ സുഹൃത്ത് ഒരു സാബു മുടവത്തിൽ എന്നൊരു പാലരുടത്ത്, അദ്ദേഹം ഒരു ടൈലറിങ് ഷോപ്പൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളെ പരിചയമൊന്നുമില്ല. ഇയാൾ എൻ്റെ ചിത്രങ്ങളൊക്കെ എപ്പോഴും വന്ന് കാണും. ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിലേക്ക് ഒരു പഴയ അംബാസഡർ അയാളുടെ അവിടെ ഉണ്ട്, കാറിൻ്റെ അകത്ത് 20 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഇങ്ങനെ. അന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അച്ഛനൊക്കെ ഒരുപണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവനെ കൊണ്ട് ഞാൻ സാനു മാഷിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. അപ്പോൾ ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് നമുക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഇതായിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമുണ്ടല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു, ഞാനായിട്ടില്ല. ഇയാൾ അന്ന് 50,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എത്ര ലക്ഷം രൂപയ്ക്ക് തുല്യമാണ്. അയാൾ ടേബിളിൽ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് ചിലവാണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുകയാണ് ആ വർക്ക് ചെയ്തു. അതിന് പക്ഷെ തുടക്കം കുറിച്ച ആളും ഈ അയാളില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അതിനകത്ത് പോകില്ല അയാളാണ്. പക്ഷെ അതിന് ശേഷം അയാൾ എന്നെ നിരന്തരമായി എന്നെ പലപ്പോഴും ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അയാൾ എപ്പോഴും നമ്മളെ വിളിക്കുക, രാവിലെ വിളിക്കുക, ജസ്റ്റിസ് കൃഷ്ണയുടെ ഡോക്യുമെൻ്ററി ചെയ്യാനും ഒക്കെ. പക്ഷെ വേറെ പ്രൊഡ്യൂസറാണെങ്കിലും അയാൾ നമ്മുടെ ഒപ്പം അവർക്ക് മനസ്സിലായിട്ടാണല്ലോ അത് ചെയ്യുന്നു. അങ്ങനെ അത് ഈ അടുത്ത കാലത്ത് സദരൻ കൃഷ്ണൻകുട്ടിയുടെ ഡോക്യുമെൻ്ററി ചെയ്യുന്നത് വരെ നമ്മളുടെ ഒപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിന്നെ വിട്ടു, ഇനി നീ തുറന്നു വിട്ടു, ഇനി നീ പോയിക്കോ, ഇനി ഞാനില്ല. അത് അയാളുടെ പക്ഷെ അയാളുടെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതായിരുന്നു. നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക്
മുന്നോട്ട് പോകുമ്പോഴൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഡോക്യുമെൻ്ററികളിലേക്ക് വരുന്നത്. ആ ഇതിലാണ് ഞാൻ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചെയ്തതിന് ശേഷം നിൽക്കുമ്പോഴാണ് നമ്പൂതിരി ഭാഷയെക്കുറിച്ച് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം വരുന്നത്. അപ്പോൾ ഞാൻ കലാകാരൻ മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ ഇത്രയും വലിയ പ്രതിഭകളുടെ അടുത്ത് നമ്മൾ പോയി ചെയ്യാൻ അവർ സമ്മതിക്കുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഞാൻ അത് മാഷ് ചെന്ന് ചോദിച്ചു, ഇയാൾക്ക് ആഗ്രഹമുണ്ടെന്ന്. നമ്പൂതിരി മാഷ് ഒന്നും പറഞ്ഞില്ല. എടപ്പാളെ വീട്ടിൽ ചെന്ന് കാണുമ്പോഴും ഒന്നും പറഞ്ഞില്ല, അവരുടെ കുടുംബമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ വർക്ക് ചെയ്യാൻ അടൂരും ഷാജി എൻഡറിനെ പോലെയുള്ള നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിനു അങ്ങോട്ട് വരൂ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു, സംസാരിച്ചു, പറഞ്ഞു നമുക്ക് തുടങ്ങാം, നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ പ്രഷർ കൂടുന്നത്. ഞാൻ അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്ത് വന്നിട്ട് ആദ്യം പോയത് സാനു മാഷിൻ്റെ അടുത്തേക്കാണ്. മാഷിൻ്റെ അടുത്ത് ചോദിച്ചു സ്ക്രിപ്റ്റ് ആര് ചെയ്യും. മാഷിങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, വീട്ടിലൊരാളുണ്ടല്ലോ, വീട്ടിൽ നിന്ന് തുടങ്ങിയാൽ പോരെ ചോദിച്ചു. ഞാൻ പക്ഷേ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അച്ഛൻ എഴുതിക്കോളും, അച്ഛനത് പരിചയമില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷേ അത് ഞാൻ പോയി അത് ചോദിച്ച ഒന്ന് അച്ഛൻ മകൻ എന്നുള്ള ഒരിത് വരും. അപ്പോൾ അച്ഛൻ എഴുതി കഴിയുമ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് ഏത് രീതിയിൽ അത് എടുക്കുമെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞാനിപ്പോൾ വിളിക്കാം. അപ്പോൾ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് മാഷ് അന്നിലെ ഫോൺ കറക്കിയിട്ട് വിളിക്കുകയാണ്, എന്നിട്ട് ഇന്നൊരു കാര്യമുണ്ട്, ശ്രമിച്ചു നോക്ക്, ചെയ്തോളൂ എന്നാണ്. അച്ഛനെന്തോ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ തിരിച്ചിവിടെ വന്ന് അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ വിഷ്വൽ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ചോദ്യം. എങ്ങനെയാണ് നീ ഇതിനെ എങ്ങനെ മേക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ കുറേ ഇങ്ങനെ മാഷിനെ പറ്റി മനസ്സിലുള്ള കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. പിന്നീട് സംസാരമൊന്നുമില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു 10-20 പേജ് എനിക്ക് കിട്ടുന്നു, അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അത് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നു, അതങ്ങനെ ഭംഗിയായിട്ട് പോയി. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എനിക്കൊരു ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നത്, അത് ചെയ്ത് അതിന് സംസ്ഥാന പുരസ്കാരം കിട്ടുമ്പോഴും സത്യത്രയ് പുരസ്കാരം കിട്ടുമ്പോഴും അങ്ങനെ കുറേ പുരസ്കാരങ്ങൾ അതിന് കിട്ടുന്നു. പിന്നെ അന്ന് നമ്പൂതിരി മാഷിനെ കുറിച്ച് കേരളത്തിൽ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ മലയാള പാഠാവലിയിൽ പഠിപ്പിക്കാനുണ്ട്. ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനറിയുന്നു. അപ്പോൾ ഈ സ്കൂളുകളിൽ ടീച്ചർമാർക്ക് എളുപ്പമായിരുന്നു, അവരെല്ലാവരും വിളിക്കും സ്കൂളിൽ നിന്ന്, ഈ ഡോക്യുമെൻ്ററി ഉണ്ടെന്ന് കാണിക്കും. അപ്പോൾ അവരൊക്കെ അറേഞ്ച് ചെയ്യും, ഞാനൊരു ഡോക്യുമെൻ്ററി പോകും. അങ്ങനെ ഏതാണ്ട് 200ഓളം സ്കൂളിൽ കേരളത്തിൽ ഞാൻ നടന്നു. അത് മാത്രമല്ല, ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് നല്ലൊരു തലക്കെട്ടായിരുന്നു, അച്ഛൻ്റെ തിരക്കഥയിൽ മകൻ ചിത്രീകരിച്ചു. അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമല്ല, അതൊക്കെയല്ല. പക്ഷെ അത് അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ജയകുമാറായി നമ്മുടെ മലയാള സർവകലാശാല വൈസ് ചാൻസലർ അദ്ദേഹം കെ ജയകുമാർ സാറ് ഇത് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ആരാ എഴുതിയേക്കണമെന്ന് ചോദിച്ചു. ഞാൻ അച്ഛനാണെന്ന്. അച്ഛൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ അധ്യാപകനാണ്. അല്ല, ഞാൻ കുറേ കാലത്തിന് ശേഷം മലയാളം വൃത്തിയായിട്ട് ഭാഷ കേൾക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്തത് എവിടെയോ എത്തി, അല്ലെങ്കിൽ അച്ഛൻ ചെയ്തിരിക്കുന്നതിന് അത്ര ഒരു അംഗീകാരം കിട്ടി. ഒരാള് നമ്മുടെ അദ്ദേഹം അത് എഴുതുകയും ചെയ്തു. ഭാഷാഭൂഷണിയിൽ നമ്പൂതിരി മാഷിനെ കുറിച്ച് ഇതിനെ കുറിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം ആ ഒരു കോളം അദ്ദേഹം അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് ഇങ്ങനെ പബ്ലിക്കേഷൻസ് വരുമ്പോൾ കാണുന്നതാണ്. പക്ഷെ അതൊക്കെ നമ്മളെ ഈ ഓരോ വർക്കുകളും നമ്മളെ ഓരോ രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന് പറയുന്ന ഈ പ്രതിഭയുണ്ടല്ലോ, ഈ രേഖാചിത്രകലയിൽ ഈ കുലപതി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ പോയി ഞാൻ കാണുന്നതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ്. കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് ഈ നിമിഷം വരെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇവിടെ ഇരിക്കുന്ന ഇതായിരിക്കുന്ന 20,000 ഡ്രോയിങ് ഇത് ആ ബോക്സ് ഇരിക്കുന്നത് അകത്ത് ഇരിപ്പുണ്ട്. ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് ഒറിജിനൽ വർക്കാണ് എൻ്റെ കയ്യിലായിരിക്കുന്നത്. ഒരു വീട്ടിൽ നമ്മൾ തന്നെ അകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് ചിലപ്പോൾ ഒരു എത്ര കോടി രൂപയുടെ വർക്കുകളാണ് ഇതിപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കും. ഇതെല്ലാം എൻ്റെ അവരുടെ വീട്ടിലില്ല, അവരുടെ 2 മക്കളുടെയും കയ്യിൽ വർക്കില്ല, എല്ലാ വർക്കുകളും എൻ്റെ കയ്യിലാണ്. അവർ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്, വിശ്വാസത്തിലേക്ക് വരിക. ഇതിന് അടുത്ത് സ്വാഭാവികമായിട്ടും വർഷങ്ങളായുള്ള ഒരു യാത്ര ബിനു കലാപീഠം സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സിനിമയിലേക്ക്
ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ വഴി എവിടം വരെയാണ്? സിനിമ എൻ്റെ ഒരു ഡ്രീമാണ്. അതെല്ലാവർക്കും ഉള്ളതാണല്ലോ. ഇപ്പം എല്ലാവരും ജീവിതത്തിലെ വിഷ്വൽ ഇതുമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവർ ആലോചിക്കുന്ന ഒരു കാര്യം അൾട്ടിമേറ്റ് എനിക്കൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണമെന്നുള്ളൊരു. അതേപോലെ ഞാൻ 2018 തൊട്ട് ഒരു കഥയുമായിട്ട് ഒരുപക്ഷെ എനിക്ക് ഈ അവാർഡുകളൊക്കെ കിട്ടിയതിന് ശേഷം ഈ ഇത്തരം ഡോക്യുമെൻ്ററികൾ ഒരുപാട് ചെയ്തതിന് ശേഷവും ഞാൻ കേരളത്തിലുള്ള ഒരു 60-70ഓളം സിനിമ പ്രൊഡ്യൂസേഴ്സിനെ കയറി കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഭവം നെഗറ്റീവാണ്. കാരണം ഞാൻ അപ്പോഴും അറിയാം ഞാനൊന്നും ആയിട്ടില്ല. ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ട് സിനിമ ചെയ്യാൻ പറ്റില്ല. രണ്ട് മാധ്യമം, 2 രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ പോയി പറഞ്ഞ് ചെയ്തിട്ട് വാ, എന്നിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. മനസ്സിലായോ? അവർ കറക്റ്റാണ് പറയുന്നത്. കാരണം വെച്ചാൽ അവർ കോടികൾ മുടക്കുന്ന ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കുന്ന ഒരു പ്രൊജക്റ്റിൽ ഇയാളെ വെച്ച് ചെയ്ത് ഇയാൾ സിനിമ എടുക്കാൻ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അപ്പോൾ ആ ചോദ്യം കറക്റ്റ് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്കത് ഞാൻ കൊണ്ടു നടന്ന ഈ സബ്ജക്റ്റ് വേറെ ചില സ്ഥലങ്ങളിലേക്ക് നല്ല ആളുകളുടെ ഇടയിലേക്ക് എത്തുകയും അതിന് പ്രൊഡ്യൂസേഴ്സ് റെഡിയാകുകയും അപ്പം ഞാനൊരു 2 കോടി രൂപയ്ക്ക് ഒരു പടം ചെയ്യാൻ എങ്ങനെയെങ്കിലും, നമുക്ക് 1 രൂപ പോലും വേണ്ട, ടെക്നീഷ്യന്മാരെയൊക്കെ അത്യാവശ്യം പടം കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു പടം നല്ലതുണ്ടാക്കുക എന്നോർത്ത് നടന്നിട്ട് ഞാൻ ഈ കണ്ടൻറ്റ് ഒരു നിർമ്മാതാവിൻ്റെ, ഇന്ത്യയിലെ ഒരു വലിയ OTT പ്ലാറ്റ്ഫോം കൺട്രോൾ ചെയ്യുന്ന ഒരു നിർമ്മാതാവിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തപ്പോൾ അവർ കേട്ടിട്ട് ചോദിച്ചു എപ്പോൾ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു. ഈ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയമായി. അതും ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ തുടങ്ങാം, കാര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്? അപ്പോൾ ബഡ്ജറ്റൊന്നും ഞാൻ എൻ്റെ രീതി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പോണെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ വലിയൊരു എമൗണ്ട് അങ്ങോട്ട് വന്നു. ഇത് പോയിക്കോട്ടെ. അവർ നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ. അപ്പോൾ അവർ അതിൽ തീരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സെൻട്രൽ ക്യാരക്ടർ ഒഴിച്ചിട്ട് സെൻട്രൽ ആർട്ടിസ്റ്റ്, മെയിൻ ആർട്ടിസ്റ്റ് 2 പേര് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എമൗണ്ട് ഇതിലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാം. ആ ആർട്ടിസ്റ്റ് ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ചേരുന്നവരായിരിക്കും. നമ്മൾ 2-3 പേരെ പറഞ്ഞിട്ടുണ്ട്. ആ ആളുകളെ അവരുടെ എമൗണ്ട് നിങ്ങൾ കമ്പനി വഹിക്കണം. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, എന്തായാലും നിങ്ങൾ തീർക്കുമോ? ഞാൻ ഓക്കെ തീർക്കാം. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഇഷ്ടമായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് സാധിക്കുമെങ്കിൽ ഈ വർഷം മുന്നോട്ട് പോകാനും പറ്റും. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു വളരെ മ്യൂസിക്കൽ ഒരു സബ്ജക്റ്റാണ്. കേരളത്തിലെ പശ്ചാത്തലം കേരളത്തിലല്ല, മുഴുവൻ നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലം, ട്രാവൽ ഓഫ് ഫിലിം കൂടിയാണ്. അപ്പോൾ അത് ഏതാണ്ട് ഇപ്പോൾ കുറേ കൂടി മുന്നോട്ട് പോയി. അടുത്ത ദിവസങ്ങളിൽ അത് കുറേ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാ സപ്പോർട്ടുകളും പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അത് സാധ്യമാണെന്ന് തന്നെയാണ്. കാരണം നമ്മൾ കടന്നുപോയാൽ മുൻപ് പറഞ്ഞ ഡയലോഗ് വീണ്ടും ഇതുപോലെ ഞാൻ പറയുന്നു, ഈ 60 പേരെ കാണുന്നതുണ്ടല്ലോ, നമ്മൾ ഹാർഡ് ലിസ്റ്റ് പോലെയാണ്, നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അത് തന്നെയാണ് എനർജി. അത് ഭയങ്കര ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട് എന്തിനും നമ്മളിതിലേക്ക് പോകുന്നു എന്ന് തിരിച്ചും ചിന്തിച്ചിട്ടുണ്ട്. 60 പേരെ 60-63 പേരെ പോയി വീടുകളിൽ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഓരോരുത്തരും വിളിച്ച് പറയും ഇന്ന ആളെ കാണാം. അപ്പോൾ അത് മമ്മൂട്ടിയുടെ പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ചെയ്ത ആളാണ്. അങ്ങനെ തൊട്ട് ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഒരാളും നമ്മളോട് അത് നോക്കാം അല്ലെങ്കിൽ ചെയ്യാമെന്നല്ല. അവർ ചെയ്യുമ്പോൾ അവരുടെ കുറേ കഥകൾ അവർ സിനിമയിൽ വന്നപ്പോൾ ഇഷ്യൂസൊക്കെയാണ് നമ്മൾ തോന്നുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ പോരാ. അപ്പം നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് വേണ്ടി ആരും പൈസ നമ്മൾ നടക്കുന്ന കാര്യമല്ല. എന്നാലും എൻ്റെ മനസ്സിൽ അതുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ യാത്രയിലൊക്കെ പലരോടും ഷെയർ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന്, അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത അവർ ഇന്ത്യയിൽ ഫിലിമുകളൊക്കെ ചെയ്യുന്നത് 50 കോടി 100 കോടിക്കൊക്കെ എന്ന് പിന്നീട് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു എമൗണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറയുമ്പോൾ വിൻരാജ് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഞങ്ങളതൊക്കെ കറക്റ്റ് അവിടെ ആളെ തരാം, പക്ഷെ നിങ്ങൾ തീർക്കുമല്ലോ ഇല്ലേ ആ എമൗണ്ടിൽ. അപ്പോൾ അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ടാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് 4 മടങ്ങ് എമൗണ്ടിലേക്ക് കൂടുകയാണ്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് തരാൻ അവർ തയ്യാറാണ്. കണ്ടന്റ് അവർക്ക് ഇഷ്ടമാണ്. വളരെ അവർ പോസിറ്റീവായിട്ടാണ് അവർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോകും. പിന്നെ ഇതിനൊക്കെ നമുക്ക് ഞാൻ എപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ ഈ നമ്പൂതിരി മാഷിനെ വീണ്ടും പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ യാത്ര ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ മരിക്കുന്നവരെ ഞാൻ ഇന്നും കാണുകയും യാത്ര ചെയ്യുകയും ചെയ്തപ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച്
വിഷ്വൽസിനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ധാരണ നമുക്ക് ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല. ആത്മവിശ്വാസം ഉണ്ടാക്കി തരുന്ന അന്തരീക്ഷമാണ്. ശരി. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനോട് ഇപ്പം ഈ മോഹൻലാലും പ്രിയദർശനൊക്കെ ഇടയ്ക്ക് പോയിരുന്ന് കാണുന്നത്, സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഇദ്ദേഹം വരയ്ക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ഇദ്ദേഹം വരച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരിക്കലും ഹെലികോപ്റ്റർ ഒരു ഏരിയൽ വ്യൂ ഒന്നും കണ്ടിട്ടല്ല. അവിടെ ഇന്ന കടയിൽ അദ്ദേഹം വരക്കുകയാണ് മാനാഞ്ചിറ മുഴുവൻ, അല്ലെങ്കിൽ തിരുവനന്തപുരം പട്ടണം വരക്കുകയാണ്, തൃശ്ശൂർ നഗരം വരക്കുകയാണ്. അത് മുഴുവനും മുകളിൽ നിന്ന് ആകാശത്തു നിന്ന് കാണുന്ന വിഷ്വൽസാണ്. നിങ്ങൾ ഡ്രോയിങ്ങുകൾ മനസ്സിനെ മുകളിലേക്ക് വിടാനുള്ള കരുത്ത് ഭയങ്കരമായി ഒരു മാഷുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്പൂതിരി മാഷിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ മറീന ബീച്ചിൽ ഷൂട്ട് ചെയ്യുന്നു. ചോളമണ്ഡലം ഷൂട്ട് ചെയ്തിട്ട് മറീന ബീച്ചിൽ ഷൂട്ട് ചെയ്യും. മറീന ബീച്ചിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷോട്ട് എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് മാഷി വെച്ചിട്ട് പോരയില്ലേ ചോദിച്ചു. പോരല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാഷായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര പ്രായമുള്ളൊരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ മറ്റേ ഒരു ആക്ടർ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പക്ഷെ ഒന്നുകൂടി ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാഷ് ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുമ്പും നമ്മുടെ അടുത്ത് ക്യാമറാമാൻ്റെ മിഡാണോ ക്ലോസ് ആണോ വൈഡ് ആണോ ഒരാളാണ്. അതെന്ന് വെച്ചല്ലേ ആ സമയം വരെ ഇദ്ദേഹം ഈ മുണ്ടും ചിലപ്പോൾ കാലിൽ ചെരുപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഉടുപ്പ ഈ ഫുള്ളെന്ന് പറയുകയാണെങ്കിൽ ചെരുപ്പൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഇരിക്കും. ക്ലോസ് എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഇത്രയും വരെ കറക്റ്റ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ അലസമായിരുന്നു. ഞാനത് അത്ഭുതമല്ല. ഈ മദ്രാസിലൊരു യൂണിറ്റ് ആയിരുന്നു, നമ്മൾ AVM എന്നുള്ളൊരു യൂണിറ്റായിരുന്നു അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഇത് കഴിഞ്ഞപ്പോൾ അവർ പറയണേ അവരൊക്കെ പഴയ മുതിർന്നൊരു ആളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ശിവാജി ഗണേശൻ സാറൊക്കെയാണ് ഇത്രയും കറക്റ്റ് ഇങ്ങനെ ഡയറക്ടേഴ്സിൻ്റെ ചോദിക്കുന്നില്ല, ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റല്ലേ, പെയിൻറ്ററല്ലേ, ഇദ്ദേഹം എങ്ങനെ ഇതിങ്ങനെ ചോദിക്കും. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ധാരണയുള്ള ഒരാളാണ്. അദ്ദേഹം അരവിന്ദന്റെയും എല്ലാവരുടെയും ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള. ഇപ്പൊ ബിരുരാജ് ഇത്രയും സീനിയറായ ആൾക്കാർ പോയ പോലെ തന്നെ നമ്പൂതിരി മാഷും ഭയങ്കര ഫ്ലെക്സിബിൾ റിലേഷൻസ്. അതൊരു ഭയങ്കര ഓരോ രേഖകൾ വരയ്ക്കുന്ന ഓരോ ഇതിനും കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതാണ്. അപ്പം അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എല്ലാ കാര്യത്തിലും. പിന്നെ വർക്ക് തീർന്ന് ചെയ്ത് അത് റിലീസ് ചെയ്തു അവാർഡുകൾ കിട്ടിയപ്പോഴും എന്നെ വിളിക്കുന്നു. അപ്പോഴും നമ്മൾ കാണുമായിരുന്നു. ഒരിക്കലും ആ നിമിഷം വരെ നമ്മൾ മാഷുമായിട്ട്. പക്ഷെ മാഷ് തരുന്നൊരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെയാണ് ഷാജി ഗരുണിലേക്ക് ഞാൻ ഡോക്യുമെൻ്ററി ചെയ്യാൻ വരുന്നത്. നമ്പൂതിരി മാഷ് ഷാജി സാറ് വരുമ്പോൾ പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യാം, ഷാജിയുടെ വർക്ക് ബിൻരാജ് ചെയ്യുന്നു. ഷാജി സാർ ഒരു നിമിഷം ഒന്ന് പകച്ചു. കാരണം നമ്പൂതിരി സ്ക്രിപ്റ്റ് ചെയ്യുന്നു, നമ്പൂതിരി സ്ക്രിപ്റ്റ് ചെയ്താൽ ഇനി ബിൻരാജ് ചെയ്യേണ്ട വേറെ ആൾ ചെയ്താലും മതിയല്ലോ. പക്ഷേ ഷാജി സാറ് വളരെ എന്നെ ഇങ്ങനെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് കൂടാൻ പറഞ്ഞു. ഇത് നിരവധി ഡോക്യുമെൻ്ററി ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ബിന്നുവും സ്വാഭാവികമായും വളരെ ശ്രദ്ധേയമായ ഡോക്യുമെൻ്ററികൾ ചെയ്യുന്നതാണ്. ഇത്തരം ഒരു വിഭാഗത്തെ അവരെ എങ്ങനെ പിന്തുണയ്ക്കാനാണ് ഈ സർക്കാരിനോ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കോ സാധിക്കുക? നിലവിലൊരു സംവിധാനവുമില്ല. പക്ഷേ ഈ ഡോക്യുമെൻ്ററികൾ ചെയ്താൽ ഇത് കാണിക്കാൻ ഒരു സ്പേസ് ഇല്ല. അത് നമ്മുടെ ചാനലുകളിൽ പണ്ട് നേരത്തെ ഉണ്ടായിരുന്നു, അവർ കുറച്ചുകൂടി താല്പര്യം ഉണ്ടായിരുന്നു. ഇന്ന് അവർ പറയുന്നത് അത് സ്പോൺസേഡ് പ്രോഗ്രാമായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു 30 minutes ഉള്ള ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 16,000 rupees അവർക്ക് ടെലികാസ്റ്റിംഗ് ഫീ കൊടുക്കണം. പിന്നെ ഈ 240 seconds അഡ്വർടൈസ്മെൻറ്റ് സ്ലോട്ട് ഉണ്ട്, അത് നിങ്ങൾ മാർക്കറ്റ് ചെയ്തോ അതാണ്. അപ്പോൾ ഡോക്യുമെൻ്ററി എടുക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇത് ഒന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആരും ചെയ്യുന്നതല്ല. അപ്പോൾ അതിനോടുള്ള പാഷൻ കൊണ്ട് ഒരുപാട് പേര് ഫിലിം മേക്ക് ചെയ്യുന്നു. വിദേശങ്ങളിൽ നേരെ തിരിച്ചാണ്, അത് കാണിക്കാൻ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സ്പേസ് പണ്ടുണ്ടായിരുന്നു. പണ്ട് തിയേറ്ററുകളിൽ സിനിമ കാണിക്കുന്നതിന് മുമ്പ് ഒരു 10 minute PR ഒരു ഇത് കാണിക്കുമായിരുന്നു, റീലുണ്ടായിരുന്നു. അതും എടുത്തു കളഞ്ഞു. അത് പക്ഷെ നിയമപരമായി ഇന്നും ഉണ്ട്. തിയേറ്ററുകാർ കാണിക്കുന്നില്ല. എനിക്ക് എല്ലാ വർഷവും ഒരു 2-3 ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ ഓഫർ വരും. PRDയുടെ പ്രൊജക്റ്റാണ്, ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ 2-3 പ്രാവശ്യം ഡിസ്കഷന് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ ഒരു ബഡ്ജറ്റുണ്ട്, 5 ലക്ഷം രൂപ. ഓക്കെ, നമ്മൾ ചെയ്യാം. പക്ഷേ ഈ 5 ലക്ഷം രൂപ ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്ന ഡയറക്ടർക്ക് കൊടുക്കില്ല. അതിവിടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമാകും. കാരണം അത് ചെയ്യുന്നത് വേറെ ചില വഴികളിലൂടെയാണ് അതിൻ്റെ പണം പോകുന്നത്. നമുക്ക് വരുന്നത് ഒരു 50%. അപ്പോൾ ഈ 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു ഡോക്യുമെൻ്ററി മേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പിന്നെ PRD
10,000-കണക്കിന് ഡോക്യുമെൻ്ററികൾ ഉണ്ടാക്കിയിട്ട് പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുക. ഇത് എവിടെ കാണിക്കുന്നു? ഡോക്യുമെൻ്ററി എടുക്കുന്ന ആളുകൾക്ക് നിലവിൽ ഇത് പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സംവിധാനമില്ല. അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഈ ഡോക്യുമെൻ്ററി എടുക്കുന്നു, അവർ കാണിക്കുന്നു. ഇങ്ങനൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും തലമുറയ്ക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ടൊന്നുമില്ല. അത് അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുമായിരിക്കും. നമ്മളിപ്പോൾ പഴയ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ ഇനി ഏതെങ്കിലും അടുത്ത ജനറേഷൻ അവിടെ ആർട്ടിസ്റ്റ് നമ്പൂരിയെക്കുറിച്ച് ഒരാൾ ഡോക്യുമെൻ്ററി എടുത്തിരുന്നു, ഞങ്ങൾ നോക്കിയപ്പോൾ ഇത്ര കിട്ടി ക്ലിപ്പെന്ന് പറഞ്ഞാൽ സന്തോഷം, നമ്മൾ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ എല്ലാവരുടെയും കാര്യം. അപ്പോൾ ഡോക്യുമെൻ്ററി നിലവിൽ വളരെ ശോചനീയമാണ്. എന്ന് വെച്ചാൽ അത് എടുത്തിട്ട് നിങ്ങൾക്ക് 100 രൂപ ഉണ്ടാക്കാമെന്നോ 100 രൂപ നിങ്ങൾക്ക് അതിൻ്റെ മുടക്കിയ പൈസ കിട്ടുമെന്നോ നിങ്ങൾ വിചാരിച്ച് ഒരാളും ഡോക്യുമെൻ്ററി എടുക്കാൻ വരരുത്. സിനിമ പോലെയല്ല അത്. നിങ്ങൾക്ക് അതിനോട് പത്ര പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻ്ററി മേക്ക് ചെയ്തോളൂ, നിങ്ങളത് കാണിച്ചോളൂ, നിങ്ങൾ തന്നെ കൊണ്ട് നടന്ന് കാണിക്കേണ്ടത്. പണ്ട് ജോൺ അബ്രഹാം കാണിച്ച പോലെ നിങ്ങൾ തെരുവിലിറങ്ങി നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ നിരാശയിൽ അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് സർക്കാരിന് പൂർണ്ണമായും മനസ്സിലാകേണ്ട ഒരു മേഖല കൂടിയാണ് ഡോക്യുമെൻ്ററി. കാരണം അത് സമർപ്പണം പോലെയാണ്. ഏത് സ്ഥലത്തും ഏത് ഉൾക്കാടിലും പോയി അവർ മനസ്സിൽ കണ്ട ഒരു കഥയെ, ഒരു ജീവിതത്തെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനുള്ള പിന്തുണ വേണ്ടത്ര സർക്കാരിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കുണ്ടാവുന്നില്ല. ഇത്തരം എനിക്കൊണ്ട് ബിരുദരാജ് കലാപീഠത്തിൻ്റെ ഒരു മേഖലയെ കഴിഞ്ഞ് സിനിമയിലേക്കാണ് അദ്ദേഹം പോയെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 100% സത്യമാണ്. അതിനൊരു പിന്തുണ കൂടി കൊടുക്കാൻ ഈ അഭിമുഖത്തിന് അവസരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം.